യേശുവിൽ പ്രിയരെ, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുകയാണ്. തിന്മയുടെ മേൽ ഈശോ നേടുന്ന ഈശോയ്ക്കുള്ള ശക്തിയാണ് പ്രത്യേകമായിട്ട് നമ്മളിവിടെ കാണുക. ഊമനായൊരു പിശാചിനെ ഈശോ ബഹിഷ്കരിക്കുകയാണ്. ആ മനുഷ്യനെ പിശാച് പുറത്തു പോയപ്പോൾ അവന് പ്രത്യേകമായിട്ട് സൗഖ്യം ലഭിക്കുകയാണ്. അതിൽ കുറേ പേര് അത് വിശ്വസിക്കുന്നു, കുറേ പേര് അത് സംശയിക്കുന്നു, തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. നമ്മളിവിടെ ചിന്തിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകമായിട്ട് നമ്മൾ നൽകുന്ന 3 ചിന്തകൾ ഇതൊക്കെയാണ്. ഒന്നാമത്, യേശു ഈ തിന്മകളെയൊക്കെ ജയിക്കാൻ ശക്തനാണ്. പക്ഷേ ഈ തിന്മ ഇന്ന് വിവിധങ്ങളായ രീതിയിൽ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. ശ്ലീഹ എഫെസ്യ ലേഖനത്തിൽ 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ പ്രകാരമാണ് പറയുന്നത്: സാത്താന്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. പ്രത്യേകമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, തിന്മയുടെ ശക്തി ഈ ലോകത്തിലുണ്ട്. പക്ഷെ അതിനെ മറികടക്കുന്ന യേശുവിൻ്റെ ശക്തിയുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ആ സംഭവത്തിൽ അവിടെ ബെൽസബൂൽ, പിശാചിന് തലവനെ കൊണ്ടാണ് ഈശോ ആ പിശാചിനെ ബഹിഷ്കരിക്കുന്നതെന്ന് പറയുമ്പോൾ കർത്താവ് വ്യക്തമാക്കുകയാണ്, സാത്താനെതിരായി വിഘടിച്ചാൽ എങ്ങനെയാണ് അവന് വിജയിക്കാൻ സാധിക്കുക? അവിടെ കൗതുകകരമായൊരു കാര്യം, സാത്താൻ എപ്പോഴും ഡിവിഷൻ ഉണ്ടാക്കുന്ന വിഭാഗീയതയുടെ ഒരു അടയാളമാണ്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, തിന്മയുടെ ശക്തി ഒരുപക്ഷെ മനുഷ്യനിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവന് ആദ്യം ഉണ്ടാകുന്ന പ്രലോഭനം ഈ ഡിവിഷനാണ്, വിഭാഗീയതയാണ്, വിഘടനമാണ്. ഐക്യവും സ്നേഹവും കൂട്ടായ്മയ്ക്കും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യമായിട്ട് പിശാച് നമ്മിൽ ഉളവാക്കുക. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിന്മയുടെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ ഈശോയ്ക്ക് വിജയമുണ്ട് എന്ന് മനസ്സിലാക്കുക. നാം എല്ലാവരും വീണുപോകുന്ന ഒരു കാര്യമാണ് വിഭാഗീയത. സഭയിലാകട്ടെ, ഇടവക സമൂഹങ്ങളിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, ഇത് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ന് നല്ല കുടുംബങ്ങളും നല്ല ഇടവകകളും ഒക്കെ ഇന്ന് വിഘടനത്തിൻ്റെ, വിഭജനത്തിൻ്റെ പാതയിലൂടെ പോകുമ്പോൾ തിരിച്ചറിയുക, അത് ദൈവത്തിൻ്റെ പ്രവർത്തനമല്ല, പൈശാചിക സ്വാധീനമാണ് എന്ന് തിരിച്ചറിയുക. ഇതാണ് നമ്മൾ ഒന്നാമത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ചിന്ത. രണ്ടാമത്, യേശു അവിടെ തിന്മകളെ കീഴടക്കുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവിടെ തുടർന്ന് നമ്മൾ കാണുന്നു, ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ ആരാണ് കൂടുതൽ ശക്തനായവൻ? അത് യേശുവാണ്. തിന്മയെ കീഴടക്കുന്നവൻ, കൂടുതൽ ശക്തനായവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ പ്രത്യേകമായ കരമാണ് ഈ മനുഷ്യന് സൗഖ്യം നൽകിയത് എന്ന് ജനം തിരിച്ചറിയണം. അങ്ങനെ യേശുവിൻ്റെ ശക്തിയും അവിടുത്തെ ആ തിന്മയുടെ മേലുള്ള വിജയവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ന്യൂട്രലായിട്ട് നിൽക്കാൻ സാധിക്കുകയില്ല. അതാണ് നമ്മൾ രണ്ടാമത് ചിന്തിക്കുക. കർത്താവ് അത് തന്നെയാണ് പറയുക, എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പം ഇന്ന് ചിലപ്പോഴും വളരെ തന്ത്രപൂർവ്വം ചിലർ ഈ ന്യൂട്രാലിറ്റി, ഞങ്ങൾ ഒന്നിലും ചേരുന്നില്ല, ഞങ്ങളൊരു പ്രശ്നത്തിനുമില്ല എന്ന് പറയുന്ന, ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. യേശുവിന് വേണ്ടി ഒരു ചോയ്സ്, ഒരു ഓപ്ഷൻ എടുക്കാതെ സൗകര്യപൂർവം മൂല്യങ്ങൾ, ക്രൈസ്തവ പ്രബോധനങ്ങൾ മാറ്റിവെക്കുന്നവർ, യേശുവിനെയും സഭയെയും തള്ളിപ്പറയാൻ, അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് തള്ളിപ്പറയാൻ
ഒരു വിഷമവുമില്ലാത്തവർ ഇന്ന് വളരെയധികം പേരുണ്ട്. സഭയുടെ നല്ല മക്കളായി യേശുവിൻ്റെ ആത്മാർത്ഥ ശിഷ്യരായിട്ട് നമുക്ക് ജീവിക്കാനും അതുപോലെ തന്നെ പെരുമാറാനും സ്വയം പ്രഖ്യാപിക്കാനുമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ രണ്ടാമത് ചിന്തിക്കുക. മൂന്നാമത്തെ ചിന്ത നമ്മൾ കാണുക സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയുള്ള ഭാഗമാണ്. നമ്മൾ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, ആഴമായ മാനസാന്തരം, തിരിച്ചുവരവ് ഒക്കെ ഉണ്ടായി, പക്ഷേ കുറേ കഴിയുമ്പോൾ വീണ്ടും ഗൗരവതരമായ തെറ്റുകളിലേക്ക് വീണു പോകുന്ന ചില മനുഷ്യർ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്കതിന് ഉത്തരം നൽകുന്നുണ്ട്. ഇപ്രകാരമാണ് അവ: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങൾ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. എപ്പോഴും ഈ നിതാന്ത ജാഗ്രത നമുക്ക് ആവശ്യമാണ്. ആത്മീയമായിട്ട് നമ്മൾ എത്രമാത്രം വളർന്നുവെന്ന് കർത്താവ് വ്യക്തമായിട്ട് കർത്താവിനറിയാം. ഒപ്പം തന്നെ നമ്മൾ വളരുന്ന നമ്മൾ നടത്തുന്ന, നമ്മൾ നേടുന്ന ഒരു പുരോഗതി അത് തിരിച്ചറിയുന്ന ഒരാൾ പിശാചാണ്. അതുകൊണ്ട് നിത്യമായിട്ട് നമ്മളെ കെണികളിൽപ്പെടുത്താൻ പിശാച് പരിശ്രമിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വീട് എന്ന് പറയുന്ന വ്യക്തി ജീവിതം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ എല്ലാം വളരെ വ്യക്തമാണ്, ക്ലീനാണ്. പക്ഷേ അവിടെ വലിയ ശൂന്യതയാണ് ആ ഭവനത്തിൽ, ആ ജീവിതത്തിൽ. അവിടെ പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അതുണ്ടാകണം. കൂദാശ ജീവിതമുണ്ടാകണം, സൽപ്രവൃത്തികളുണ്ടാകണം. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ മാത്രമാണ് നമുക്ക് ഈ കൃപയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. 1-ാം ലേഖനം, ഇന്നത്തെ ലേഖനം 1-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് പരീക്ഷകളെ നേരിടാൻ, ക്ഷമയോടെ നേരിടാൻ വിശുദ്ധ യാക്കോബ് നമ്മോട് പറയുകയാണ്. പരീക്ഷകൾ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം ലഭിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അതെപ്പോഴും പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ, ജാഗ്രതയുടെ ഒരു ജീവിതമാണ്. ഈ കാര്യമാണ് നമ്മൾ ഈ മൂന്നാമത്തെ ചിന്തയിൽ നമ്മൾ കാണുക. ആകയാൽ സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ 3 ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. പ്രത്യേകമായി നമ്മുടെ സമൂഹ ജീവിതത്തിൽ നിന്ന്, സഭാജീവിതത്തിൽ നിന്ന്, വ്യക്തിജീവിതത്തിൽ നിന്ന് വിഭാഗീയത ഒഴിവാക്കാം. സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ഒപ്പം നിൽക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ പരിശുദ്ധാത്മാവ് വളരുമ്പോൾ നമ്മൾ ഈശോയോടൊപ്പം, ഈശോയുടെ മൂല്യങ്ങളോടൊപ്പം, പ്രബോധനങ്ങളോടൊപ്പം നമ്മൾ നിൽക്കും. വീണ്ടും നമുക്ക് വേണ്ടത് നിതാന്തമായ ജാഗ്രതയാണ്. എപ്പോഴും ആ കൃപയിൽ നിലനിൽക്കുക, അത് കർത്താവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ജാഗ്രതയോടെ, തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ ആ സ്നേഹത്തിലും കൃപയിലും നിലനിൽക്കാനുള്ള വരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.